നക്സൽ ഭീകരതയെയും അന്ന് ചോരയിലൂടെ വഴി നടന്നവരെയുമൊക്കെ കാലം മറക്കുവാൻ തുടങ്ങിയ നാളുകളിൽ ഒരു പുതിയ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നു. വർഗീസിന്റെ നെഞ്ചിലേക്ക് കാഞ്ചി വലിച്ചത് താനാണെന്ന പുതിയ വെളിപ്പെടുത്തലുമായി റിട്ടയർഡ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ വാർത്തകളിൽ നിറഞ്ഞു. ശിവരാമൻ നായരുടെ വീട്ടിൽ ഉറങ്ങുകയായിരുന്ന വർഗീസിനെ പോലീസ് പിടികൂടുകയായിരുന്നുവത്രേ. അന്നത്തെ ഡിവൈഎസ്പി ആയിരുന്ന ലക്ഷ്മണയുടെ നിർദ്ദേശമനുസരിച്ചാണത്രേ രാമചന്ദ്രൻ നായർ വർഗീസിനു നേരെ നിറയൊഴിച്ചത്. എന്റെ അഫിഡവിറ്റ് തന്നെ ഞാനാണ് കൃത്യത്തിൽ എനിക്ക് പങ്കുണ്ട് എന്നുള്ള വ്യക്തമാക്കുന്ന അഫിഡവിറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് നിന്ന് എന്ത് ശിക്ഷ അഥവാ വന്നാൽ തന്നെ സ്വീകരിക്കാൻ മനസ്സുണ്ടായിട്ട് ധൈര്യം ഉണ്ടായിട്ടാണ് കൊടുത്തത്. അതോടൊപ്പം അതിന് ബാക്കിയുള്ളവരോട് ശിക്ഷിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. വളരെ ടോപ്പ് ലെവലിലുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് വർഗീസിനെ കൊന്നത്. ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ, ഉദ്യോഗസ്ഥ തലത്തിലെടുത്ത ഡിസിഷനേ അല്ല. ഇനി എനിക്കതിന്റെ ഉറപ്പ് ഞാൻ പറഞ്ഞത്, എനിക്ക് വ്യക്തിപരമായി അത് ബോധ്യപ്പെടാനുണ്ടായ കാര്യം, എന്റെ പരോള് ശരിയാക്കാൻ ഞങ്ങളെയൊക്കെ ജയിലിൽ 10-20 പേരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് എന്നീതാണ്. അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അച്യുതമേനോന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ ഗോവിന്ദപിള്ള, അച്യുതമേനോന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ ഗോവിന്ദ, എന്റെ അച്ഛൻ എന്നെ ജയിലിൽ നിറക്കി ഗോവിന്ദപിള്ള സാറിന്റെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഗോവിന്ദപിള്ള സാർ ആദ്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിനക്കും വർഗീസിന്റെ ഗതി വരുമായിരുന്നതാണ്. എന്റെ അർത്ഥം എന്താ മനസ്സിലായില്ലേ? ഞങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഫിലിപ്പെ നിന്റെയൊക്കെ ജീവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിന്നെയും വർഗീസിനെ പോലെ കൊന്നുകളഞ്ഞു. മനസ്സിലായല്ലോ? ഇത് വെറുതെ ഒരാളല്ല പറഞ്ഞത്. അന്ന് വർഗീസിനെ കൊല്ലുന്ന കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. വർഗീസിനെ ഒരു വെറും കൊലയാളിയായി, ഒരു വെറും തീവ്രവാദി ഭീകരനായി കാണാൻ മലയാളി ഇനി ശ്രമിക്കുകയാണെങ്കിൽ മലയാളിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. കാരണം ഒരു രക്തസാക്ഷി എന്ന് പറയുമ്പോൾ അയാളെ ഒരു വാടക ഗുണ്ടയിൽ നിന്ന് വ്യത്യാസമാക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്ത്യയിലും ലോക ചരിത്രത്തിലെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു ജീവൻ എടുക്കാൻ തന്റെ തത്വശാസ്ത്രം പറയുമ്പോഴും അത് പ്രവൃത്തിയിൽ വരുത്തുമ്പോഴും എന്റെ ജീവൻ കൂടി അതിന് ഞാൻ പകരം വയ്ക്കുന്നു എന്ന് പറയുന്ന ഉയർന്ന ധാർമ്മികതയാണ് ഒരു വിപ്ലവകാരിയെ ഒരു രക്തസാക്ഷി സൃഷ്ടിക്കുന്നത്. അല്ല വാടക ഗുണ്ടയായിട്ട് അല്ലെങ്കിൽ ഒരു ഭീകര പ്രവർത്തകനായി എവിടെയെങ്കിലും തെരുവിൽ ബോംബ് വെച്ചുകൊണ്ട് മറയുന്ന മുഖമില്ലാത്ത ഒരാളല്ല വർഗീസും അദ്ദേഹത്തെ പോലെയുള്ള വിപ്ലവകാരി. ഒരു തുള്ളി രക്തവും പോകുന്നില്ല. 2001 ഫെബ്രുവരി 18. ഇന്ന് വർഗീസിന്റെ ഓർമ്മ ദിനമാണ്. വഴിമാറിപ്പോയവരിൽ ചിലർ വയനാട്ടിൽ ഒരു സംഘം ചേരലിന്റെ ഓർമ്മ പുതുക്കുവാനെത്തി. ജനങ്ങൾക്ക് വേണ്ടി പൊരുതി മരിച്ച രക്തസാക്ഷികൾക്ക് അഭിവാദ്യങ്ങൾ, ഫെബ്രുവരി 18. ഓർമ്മകളിൽ എന്ന പോലെ വർത്തമാനകാലത്തും വർഗീസ് സൃഷ്ടിച്ച വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല. ഒരു രാഷ്ട്രീയ ധാരയുടെ സ്വാഭാവികമായ തുടക്കവും ഒടുക്കവുമായിരുന്നു വർഗീസ് നയിച്ച വിപ്ലവ പ്രസ്ഥാനത്തിന്. എന്നാൽ അടിമത്വത്തിനും ചൂഷണത്തിനുമെതിരെ മൂർച്ചയുള്ളൊരു സമരതന്ത്രം തന്റെ ചുവന്ന മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വർഗീസ് എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾ മാത്രം അവശേഷിപ്പിച്ച് കടന്നുപോയത്?